നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നോട്ട്പാഡ് എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്പിൻ്റെ പേര് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇതിന് മാത്രം പറയാൻ എന്താണുള്ളത്, നോട്ട്പാഡ് എന്ന് പറയുന്നത് നോട്ടൊക്കെ സേവ് ചെയ്തു വെക്കാനുള്ള ആപ്പ് അല്ലേ എന്നുള്ളത്. എന്നാൽ ഈ ഒരു ആപ്പിൻ്റെ മെയിൻ യൂസ് അതൊന്നുമല്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടൊക്കെ സേവ് ചെയ്തു വെക്കാം. പക്ഷേ ഈ ഒരു ആപ്പിൻ്റെ യൂസ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടാവും. ഒന്ന് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ആയിരിക്കും, എന്നാൽ മറ്റേ അക്കൗണ്ട് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അത് ചിലപ്പം ഹൈഡ് ചെയ്ത് വെക്കേണ്ട അക്കൗണ്ട് ആവും. അപ്പം ആ ഒരു അക്കൗണ്ട് ഹൈഡ് ചെയ്ത് വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു നോട്ട്പാഡ് എന്നുള്ള ആപ്ലിക്കേഷൻ. അതുമാത്രമല്ല, നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ വേണമെങ്കിൽ ഇതിൽ ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നോട്ട്പാഡ് വോൾട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി, ഈ ഒരു ആപ്പ് നമുക്ക് കിട്ടും. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഫസ്റ്റായിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. ഒരു 6 അക്ക നമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളോട് ചോദിക്കും ഫിംഗർ പ്രിൻറ്റ് അൺലോക്കിംഗ് സെറ്റ് ചെയ്യണോ എന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫേം കൊടുക്കാം. ഇവിടെ ഞാൻ കൺഫേം കൊടുക്കുകയാണ്. അതിനുശേഷം ക്ലോസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാൻ 1 2 3 4 5 6 ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ആ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് പോകും. അതിൽ നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇനി ആപ്പുകൾ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇമ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പുതിയൊരു ഫേസ്ബുക്കിൻ്റെ ആപ്പ് വരും. അപ്പം ആ ഒരു ആപ്പ് എനിക്ക് ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചില പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ പെർമിഷൻസും കാര്യങ്ങളൊക്കെ എലോ കൊടുക്കുക. ഇപ്പം ഈ ഒരു ഫേസ്ബുക്ക് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫേസ്ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട് വേറൊരാൾക്കും കാണാൻ പറ്റില്ല. എനിക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ മറ്റ് ആപ്പുകളൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഫോട്ടോസും വീഡിയോസും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ആഡ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫോട്ടോ എനിക്ക് ഇതിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുത്താൽ ആ ഒരു ഫോട്ടോ ഇതിലോട്ട് സേവ് ആവും. ഇപ്പം ഈ ഒരു ഫോട്ടോ ഈ ഒരു ഗാലറിയിലോട്ട് സേവ് ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഫോട്ടോ ഇനി നമ്മൾ നമ്മുടെ ഫോണിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണില്ല. ഈ ഒരു ഫോട്ടോ ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിലോട്ട് തന്നെ വരേണ്ടി വരും. അപ്പം ഇങ്ങനെ ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ നമുക്ക് ഇതിലോട്ട് സേവ് ചെയ്യാവുന്നതാണ്. പിന്നെ ചില പെർമിഷൻസൊക്കെ ചോദിക്കും, അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ സെറ്റിങ്സിൽ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നൺ എന്നുള്ളത് കൊടുക്കാം. അപ്പം ഒരു നോട്ടിഫിക്കേഷനും വരില്ല. അപ്പം നമ്മൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു ആപ്പ് ഇതിലുള്ള കാര്യം വേറുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹൈഡ് ഫ്രം റീസെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടി ഓണാക്കുന്നത് നന്നായിരിക്കും. അത് ഓണാക്കിയുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് ആപ്സിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ ഒരു കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു ആപ്പിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ആപ്പ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ഓപ്പൺ ചെയ്യണം. അല്ലാതെ റീസെൻറ്റ് ആപ്പിൽ പോയിട്ട് ഈ ഒരു ആപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആപ്പിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പം വിചാരിക്കും ഇത് നോട്ട്പാഡ് ആപ്പാണെന്നുള്ളത്. പിന്നെ ഇത് ഓപ്പൺ ചെയ്താൽ സാധാരണ നോട്ട്പാഡ് ആപ്പ് പോലെയാണ് ഓപ്പൺ ചെയ്ത് വരിക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോട്ട്പാഡ് ആപ്പിലോട്ട് കയറിയാൽ നമ്മളോട് പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യണം എന്നൊന്നും പറയില്ല. നമ്മൾ ഈ ഒരു ആപ്പിലോട്ട് കയറുക, എന്നിട്ട് നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. നമ്മുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു കണ്ടൻസ് ഒക്കെ ഐഡി വെച്ചിട്ടുള്ള ആ പേജിലോട്ട് പോകും. അതല്ല നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരു നോട്ട്പാഡ് ആപ്പ് പോലെ ആയിരിക്കും ഈ ഒരു ആപ്പ് ബിഹേവ് ചെയ്യുക. ഇവിടെ ഏതെങ്കിലുമൊക്കെ നമ്പർ അടിച്ചാൽ നമുക്കിവിടെ സേവ് ഓപ്ഷൻ, ഡിലീറ്റ് ഓപ്ഷൻ, ഷെയർ ഓപ്ഷൻ എല്ലാം കിട്ടും. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം ഈ ഒരു നോട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാം, എന്തും ചെയ്യാം. സാധാരണ ഒരു നോട്ട്പാഡ് ആപ്പ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പം പുറത്തുനിന്ന് ഒരാൾ കാണുമ്പം ഇതെന്താണെന്നുള്ളത് പെട്ടെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.